ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചു. ഹോണ്ട ഇലക്ട്രിക് അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ അവരുടെ ആദ്യത്തെ 2 വണ്ടികൾ ലോഞ്ച് ആയിരിക്കുകയാണ്. അതായത് ഇലക്ട്രിക് സെഗ്മെന്റിലെ ആദ്യത്തെ 2 വണ്ടിയാണ് ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് ഈ 2 വണ്ടിയുടെ കാര്യങ്ങളാണ്. 2 സ്പെക്കും അവരെല്ലാ കാര്യം റിവീൽ ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് പ്രൈസ് മാത്രം റിവീൽ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ കാര്യവും അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം എന്താണ് വണ്ടിക്കകത്തുള്ളതെന്നുള്ളത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ആൻസേഴ്സ് ആണ് തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. കിങ് ഓഫ് ഐസി എഞ്ചിൻസ് അങ്ങനത്തെ പേരിലാണ് നമ്മുടെ ഹോണ്ടയുടെ വണ്ടികൾ അറിയപ്പെടുന്നത്. അതായത് പെട്രോൾ സെഗ്മെന്റിൽ അവരങ്ങനെ അറിയപ്പെടുന്നത്. പക്ഷേ ഇലക്ട്രിക് സെഗ്മെന്റിൽ അവർ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കാത്തിരിപ്പ് അവസാനിച്ചു. അവർ പുതിയ വണ്ടിയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2030 30 വണ്ടികൾ അവർ അനൗൺസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ 2 വണ്ടികളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പേര് വന്നിട്ട് ആക്റ്റീവ ഇ ആദ്യത്തെ വണ്ടി, രണ്ടാമത്തെ വണ്ടി വന്നിട്ട് QC1. അങ്ങനെ 2 വണ്ടികളാണ് അത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ആക്റ്റീവ ഇയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി വരുന്നത് റിമൂവൽ ബാറ്ററി സെറ്റപ്പിലാണ്. നേരെ മറിച്ച് QC1ൻ്റെ കേസ് ആണെങ്കിൽ അത് നോൺ റിമൂവബിൾ ടൈപ്പ് ബാറ്ററിയിലാണ് വണ്ടി വരുന്നത്. നമുക്ക് നേരെ ഡിസൈൻ വൈസ് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വണ്ടിക്കകത്ത് വരുന്നത് ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻ തന്നെയാണ്. അത് ആക്റ്റീവ ഇയും അതിൽ QC1 വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻ എന്ന് തന്നെ പറയാം. പക്ഷേ നമുക്ക് ആക്റ്റീവ ഇയുടെ കേസ് നോക്കുകയാണെങ്കിൽ കുറച്ച് മോഡേണായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. വേറെ കാര്യമുള്ളത് നമ്മുടെ ഹെഡ് ലാമ്പ്സ് വന്നിട്ട് ഫ്രണ്ട് ഏപ്രണിലാണ് നമ്മുടെ ആക്റ്റീവ ഇയിൽ വരുന്നത്. അത് മാത്രം ഇൻഡിക്കേറ്റർ സൈഡ് മൗണ്ടഡ് ആണ്. അതുകൂടാതെ DRLs വന്നിട്ട് ഹാൻഡിൽ ബാർസിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മിറേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബോഡി കളർ മിററാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. നേരെ മറിച്ച് QC1ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ വെച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് ആക്റ്റീവ ഇ ആയിട്ട്. പക്ഷേ വേറെ കാര്യമുള്ളത് നമ്മുടെ DRLs വന്നിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഹെഡ് ലാമ്പ്സ് വന്നിട്ട് ഏപ്രണിൽ കൊടുത്തിട്ടുണ്ട്, സൈഡ് മോഡൽ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷേ DRLs വന്നിട്ട് QC1 അവൈലബിൾ അല്ല. അത് വന്നിട്ട് ആക്റ്റീവ ഇയിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. വേറെ കാര്യമുള്ളത് നമ്മുടെ ബോഡി കളർ മിറേഴ്സ് QC1 വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ ടയേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആക്റ്റീവ ഇക്കകത്ത് വരുന്നത് ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വരുന്നത്. അത് 12 ഇഞ്ചാണ് അതിൻ്റെ സൈസ് വരുന്നത്. അത് റേഡിയൽ ടൈപ്പുമാണ്. നമ്മൾ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വന്നിട്ട് ഡ്രം ബ്രേക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സസ്പെൻഷൻ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് QC1ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ചെറിയ ടയേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ റേഡിയൽ ടൈപ്പ് തന്നെയാണ്. ഡ്രം ബ്രേക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെലിസ്കോപ്പിക് സസ്പെൻഷനും QC1 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർ 2 വണ്ടിക്കകത്ത് സസ്പെൻഷൻ വന്നിട്ട് സിമിലർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യമുള്ളത് 2 വണ്ടിക്കകത്ത് നമുക്ക് ഡീസൻറ്റ് ഒരു ഫ്ലോർ ബോർഡ് സ്പേസ് വരുന്നുണ്ട്. കുറച്ച് വൈഡർ സീറ്റ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യാൻ മറന്നിട്ടില്ല. അടുത്ത QC1ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ QC1 അതായത് ബേസിക് വണ്ടിക്കകത്ത് 26 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ടോപ്പ് ആൻഡ് ആക്റ്റീവ ഇ നോക്കുകയാണെങ്കിൽ അതിൽ ബൂട്ട് സ്പേസ് 0 ആണ്. അത് റിമൂവൽ ബാറ്ററി ആയതുകൊണ്ടായിരിക്കാം ബൂട്ട് സ്പേസ് വന്നിട്ട് ആക്റ്റീവ ഇക്കകത്ത് ഒട്ടും കൊടുത്തിട്ടില്ല. നമ്മുടെ റിയർ ഭാഗത്ത് ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ ഇ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രീമിയം വണ്ടിയാണ് നമുക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി ഡിസൈൻ എന്ന സബ്ജക്റ്റീവ് പാർട്ടാണ്. ഒരാൾക്കാർക്ക് ഇഷ്ടപ്പെടാം, ചില ആൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആക്റ്റീവ ഇ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രീമിയം വണ്ടിയുടെ തോന്നുന്നുണ്ട്. ബാക്കിലത്തെ ഡിസൈൻ വന്നിട്ട് കുറച്ചും കൂടി കാണാൻ ഭംഗി വന്നിട്ട് ആക്റ്റീവ ഇക്കകത്താണ്. QC1 മോശം ഞാൻ പറയുന്നില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ആക്റ്റീവയുടെ ഒരു ബാക്ക് സൈഡ് ആണ് കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ളത്. അടുത്ത നമ്മൾ മോട്ടറിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ ഇ അത് ടോപ്പിൻ്റെ വണ്ടിക്കകത്ത് വരുന്നത് സൈഡ് മൗണ്ടഡ് മോട്ടർ വരുന്നുണ്ട്. അത് PMSM മോട്ടറാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ഡ്രൈവ് സിസ്റ്റമാണ്. അത് ബെൽറ്റ് ഡ്രൈവോ ഒന്നും കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് ഡ്രൈവ് ആണ്. നമ്മുടെ ബജാജ് ഏതൊക്കെയുള്ള പോലത്തെ ടൈപ്പ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ QC1ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ BLDC മോട്ടറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ആക്റ്റീവ ഇക്കകത്ത് വന്നിട്ടുള്ളത് 1.5 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് വന്നിട്ടുള്ളത്. അത് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്നുണ്ട്. നമുക്ക് റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറയുന്നത് 102 കിലോമീറ്ററാണ്. നേരെ മറിച്ച് QC1ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് വന്നിട്ടുള്ളത് സിംഗിൾ ബാറ്ററിയാണ്. 1.5 കിലോവാട്ടിൻ്റെ സിംഗിൾ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 80 കിലോമീറ്ററാണ് റിയൽ വേൾഡ് റേഞ്ച് ഉള്ളത്. IDC റേഞ്ച് അല്ല, റിയൽ വേൾഡ് റേഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആക്റ്റീവയ്ക്കകത്ത് റിമൂവബിൾ ബാറ്ററിയും അതുപോലെ QC1ൻ്റെ നോൺ റിമൂവബിൾ ടൈപ്പ് ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അടുത്ത നമ്മുടെ സീറ്റ് ഹൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ ഇക്കകത്ത് 675 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. നേരെ മറിച്ച് QC1 നോക്കുകയാണെങ്കിൽ 704 mm ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ QC1ൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 89.5 കിലോ ആണ് വെയിറ്റ് വരുന്നത്. നമ്മുടെ മോട്ടറിൻ്റെ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്റ്റീവയ്ക്കകത്ത് വരുന്നത് 4.2 കിലോവാട്ടിൻ്റെ നോമിനൽ പവറും അതുപോലെ 6 കിലോവാട്ടിൻ്റെ പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന PMSM മോട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് QC1ൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.2 കിലോവാട്ടിൻ്റെ നോമിനൽ പവറും 1.8 കിലോവാട്ടിൻ്റെ പീക്ക് പവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന BLDC മോട്ടറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ടോർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ആക്റ്റീവയ്ക്കകത്ത് വരുന്നത് 22 Nm ടോർക്കും അതുപോലെ QC1ൻ്റെ 77 Nm ടോർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ടോർക്ക് വന്നിട്ട് 77 Nm കൂടുതലാണ് QC1. കാരണം വേറെ ഒന്നുമില്ല, BLDC മോട്ടർ ആയതുകൊണ്ടാണ്. BLDC മോട്ടറിന് ആക്ച്വലി ടോർക്ക് വൈസ് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെ 22 Nm ആക്റ്റീവയ്ക്കും 77 Nm ടോർക്കാണ് QC1 വരുന്നത്. നമ്മൾ കമ്പനി ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്യുന്നത് 80 km/h ആണ് ആക്റ്റീവയ്ക്ക് ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത്. നേരെ മറിച്ച് 50 km/h ആണ് ടോപ്പ് സ്പീഡ് QC1 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. നമ്മുടെ ആക്റ്റീവയ്ക്കകത്ത് 3 റൈഡ് മോഡ്സ് വരുന്നുണ്ട്. എക്കോ, സ്റ്റാൻഡേർഡ്, സ്പോർട്സ് 3 മോഡ്സ് വരുന്നുണ്ട്. നേരെ മറിച്ച് QC1ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 2 റൈഡ് മോഡ്സ് വരുന്നുള്ളൂ. എക്കോയും സ്റ്റാൻഡേർഡും മാത്രമേ വരുന്നുള്ളൂ.
അടുത്ത നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ ഈക്കകത്ത് വരുന്നത് 7 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ വരുന്നുണ്ട്. അത് നോൺ ടച്ച് ടൈപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് ജോയ്സ്റ്റിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് വേണം നമ്മൾ ആക്റ്റീവയുടെ സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ. നേരെ മറിച്ച് QC വേണമെന്നുള്ള ബേസിക് വണ്ടിയാണ്. അതിനകത്തൊരു ബേസിക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മിനിമലിസ്റ്റിക് ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഒരു ബട്ടൺ ഓപ്പറേറ്റർ സിസ്റ്റമാണ് വണ്ടിക്കകത്ത് വരുന്നത്. നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഒന്നുമില്ല, ബേസിക് വണ്ടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൈസേഴ്സും കുറവായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ചാൻസ് അല്ല, കുറവായിരിക്കും, ബേസിക് വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബേസിക് സിസ്റ്റമാണ് QC 1 പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ ആക്റ്റീവയുടെ നോക്കുകയാണെങ്കിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്. നമുക്ക് കോൾ, SMS അലേർട്ട് എല്ലാം വരുന്നുണ്ട്. അത് കൂടാതെ വന്നിട്ട് ഹോണ്ടയുടെ റോഡ് സിങ്ക് ആപ്പ് എന്നുള്ളൊരു കണക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റൈഡ്, വണ്ടി എങ്ങനെ ഓടിച്ചു എന്നുള്ളതിൻ്റെ റൈഡ് പെർഫോമൻസ് റിപ്പോർട്ടും എല്ലാം ഈ ഒരു ആപ്പ് ത്രൂ നമുക്ക് മൊബൈലിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നല്ല കാര്യമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ടാറ്റയുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതുപോലത്തെ ഒരു ആപ്പ് ഉണ്ട്. നമ്മുടെ റൈഡ് ഹാബിറ്റ്സും, ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യമാണ്. നമ്മുടെ റൈഡ് ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് റിപ്പോർട്ട് വൈസ് വരികയാണ്, തീർച്ചയായും നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്പ് ത്രൂ ആണ് നമുക്ക് റൈഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആപ്പ് വന്നിട്ട് ആക്റ്റീവൊക്കെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ലോഞ്ചിങ് പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി വന്നിട്ട് ഇനീഷ്യലി വന്നിട്ട് 3 ലൊക്കേഷൻസിലേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ വന്നിട്ട് ബാംഗ്ലൂർ, രണ്ടാമത് ഡൽഹി, മൂന്നാമത് മുംബൈ. ഈ 3 ലൊക്കേഷൻസിൽ മാത്രമാണ് ആദ്യമായിട്ട് അവർ ലോഞ്ച് ചെയ്യുള്ളൂ. അതിനുശേഷമായിരിക്കും ഘട്ടമായിട്ടായിരിക്കും ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് വരാൻ പോകുന്നത്. കാരണം വേറെ ഒന്നല്ല, നമുക്ക് സ്വാപ്പിംഗ് നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹോണ്ടയ്ക്ക് അത്ര ടഫായിട്ടുള്ള ജോബ് ആയിരിക്കത്തില്ല. അങ്ങനെ എന്താ പറയുക, ഒരു ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ. കാരണം വേറെ ഒന്നല്ല, അത്യാവശ്യം ഒരു റീസണബിൾ ഒരു നെറ്റ്വർക്ക് അവർക്കുണ്ട്. അവർ സർവീസ് സെൻറ്റേഴ്സിൽ അവർക്ക് ജസ്റ്റ് ഈസി ആയിട്ട് വെക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ അതിന് തുടക്കത്തിൽ വന്നിട്ട് ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ ഈ 3 ലൊക്കേഷൻസ് മാത്രമായിരിക്കും ഇനീഷ്യലി അവർ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രൈസ് നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് വന്ന് QC 1 നമുക്കൊരു അണ്ടർ 1 ലാഖും അവർ ആക്റ്റീവയ്ക്ക് വന്നിട്ട് ലെസ് ദാൻ 1.5 ലാക്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻസ് മാത്രമാണ്. പല മീഡിയസും പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മാസമുള്ളിൽ അതിൻ്റെ കറക്റ്റ് എമൗണ്ട് അറിയാൻ പറ്റുള്ളൂ, എത്രയാണ് റേറ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന പറയാൻ വീഡിയോ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാതെ വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. നിങ്ങൾക്ക് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് വെച്ചാൽ മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.